പക്ഷേ നമ്മുടെ ഇപ്പം നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഈ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്, ഇല്ലെന്നല്ല. അതുപോലെ സ്കൂളുകളിൽ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ ലഞ്ച് ഇതൊക്കെ നൽകുന്നുണ്ട്. ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് നൽകുന്നു പറയുന്നത്. മാത്രമല്ല കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പോഷകാഹാരങ്ങൾ നൽകാനുള്ളൊരു സമ്പ്രദായം കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം കേട്ടോ. ഇപ്പോഴും സമൃദ്ധമായ ഫുഡ് നൽകുന്നുണ്ട്, ഇല്ലെന്നല്ല. എങ്കിൽ തന്നെയും കുറച്ചുകൂടി പോഷകസമൃദ്ധമായ ഫുഡ് ലഭ്യമാകുന്ന തരത്തിലുള്ള സമ്പ്രദായം നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ കൊണ്ടുവരണം. അതുപോലെ ഇനി പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഇത് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പരീക്ഷ ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം കുഞ്ഞുങ്ങളാണ്, അവർ സന്തോഷിച്ച് മാനസിക പിരിമുറുക്കമില്ലാതെ സന്തോഷിച്ച് കഴിയട്ടെ. പരീക്ഷയും ഒക്കെ ഇതിനിടയ്ക്കിൽ വരുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു മനസ്സിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പരീക്ഷ വേണ്ട എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. പിന്നീട് 5ാം ക്ലാസ് മുതൽ പരീക്ഷയൊക്കെ നടത്തട്ടെ. അതുപോലെ തന്നെ മാത്രമല്ല ഇപ്പം നമുക്കറിയാം ബാറുകളുടെ എണ്ണം കൂട്ടുന്നു, ബാറുകളുടെ സമയം കൂട്ടുന്നു. അതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുപോലെ വിദ്യാലയങ്ങളും കോളേജുകളും കൂടുതൽ വിദ്യാലയങ്ങളും കോളേജുകളും കൊണ്ടുവരാൻ നമ്മളുടെ കേരള സർക്കാരിന് കഴിയണം കേട്ടോ. അത് മാത്രമല്ല ഒരു ഡിഗ്രി വരെ സൗജന്യവും നിർബന്ധവുമായൊരു വിദ്യാഭ്യാസം നമ്മുടെ ഏർപ്പെടുത്തണം. ഡിഗ്രി വരെ അത് കേരള സർക്കാർ മാത്രം വിചാരിച്ചാൽ പോലെ ഇന്ത്യ ഗവൺമെൻറ് മുൻകൈ എടുക്കണം. ഇപ്പം നിലവിലുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഏർപ്പെടുത്തുന്നൊരു സമ്പ്രദായമാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത്. അത് ഒരു ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് ഒരു ഡിഗ്രി വരെ, ഗ്രാജുവേഷൻ വരെ നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് കൂടുതൽ ബെറ്റർ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് നമ്മുടെ കേരളത്തിലും രാജ്യത്തുമൊക്കെ ഒരുപാട് ഗ്രാജുവേറ്റായ സ്റ്റുഡൻസ് ഉണ്ടാവും. ഇതിപ്പോൾ അങ്ങനെയല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 10ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം. പിന്നീട് കഴിയുമ്പോൾ പിന്നെ മാർക്ക് ബേസിലാണ് ഓരോ അഡ്മിഷൻ ലഭിക്കുന്നത്, ഓരോ മേഖലയിലും അഡ്മിഷൻ ലഭിക്കുന്നത്. പിന്നെ സാമ്പത്തികമായിട്ട് പിരിമുറുക്കമുള്ളവർക്കും മാർക്ക് കുറഞ്ഞവർക്കും ഒക്കെ പിന്നെ മുന്നോട്ട് എഡ്യൂക്കേഷൻ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നു. അതൊക്കെ മാറി ഡിഗ്രി വരെയെങ്കിലും നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഏർപ്പെടുത്തണം. അത് കൂടുതൽ ബെറ്റർ ആയിരിക്കും.